മിക്കവാറും സിറ്റുവേഷൻസിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അല്ലേ? അതിനുവേണ്ടി നമ്മൾ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മോട്ടിവേറ്റഡ് ആവാനും സാധിക്കില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും സാധിക്കില്ല. സോ എങ്ങനെയാണ് നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക? നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് അലാമൊക്കെ വെച്ച് ഓക്കെ, ഇന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും, അങ്ങനെയാണോ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്? അല്ല. എന്താണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ? നമ്മളെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, പ്രോഗ്രസ് ആണ് നമ്മളെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. നമ്മൾ പലപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ കിട്ടാനായിട്ട് കാത്തു നിൽക്കുന്നവരാണ് അല്ലേ? എനിക്ക് ഇന്നിപ്പോ ഇത് ചെയ്യാനായിട്ട് ഒട്ടും മോട്ടിവേഷൻ തോന്നുന്നില്ല, എന്താണാവോ, ഞാൻ ഒട്ടും മോട്ടിവേറ്റഡ് അല്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി നല്ല നല്ല എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ മോട്ടിവേഷൻ ഈസ് ഓഫൺ ദ റിസൾട്ട് ഓഫ് എൻ ആക്ഷൻ, നോട്ട് ദ കോസ് ഓഫ് ഇറ്റ് എന്നാണ് പറയുന്നത്. മോട്ടിവേഷൻ എന്നുള്ളത് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടാണ്, അല്ലാതെ ആക്ഷൻ എടുക്കാനുള്ള കാരണമല്ല എന്നർത്ഥം. സോ മോട്ടിവേറ്റഡ് ആവാനായിട്ട് നമ്മൾ മെയിൻലി ചെയ്യേണ്ട കാര്യം ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ട ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതോ ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. സോ അങ്ങനെ സ്വയം മോട്ടിവേറ്റഡ് ആവാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്രയും തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, ട്രാക്കേഴ്സ് ആണ്. നമ്മൾ പലതരം ട്രാക്കേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? ഹാബിറ്റ് ട്രാക്കർ, ടൈം ട്രാക്കർ, മൂഡ് ട്രാക്കർ, ഹാബിറ്റ്സ് ടു അവോയ്ഡ് ട്രാക്കർ, പിന്നെ ഏതൊക്കെയാണ് എക്സ്പെൻസ് ട്രാക്കർ, ഫിറ്റ്നസ് ട്രാക്കർ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ട്രാക്കേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഹാബിറ്റ് ട്രാക്കറും എക്സ്പെൻസ് ട്രാക്കറും ഫിറ്റ്നസ് ട്രാക്കറും ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതുപോലെ പല ട്രാക്കേഴ്സ് വേറെയുണ്ട്. ഗോൾസ് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗോൾസ് ട്രാക്കർ യൂസ് ചെയ്യാം, ടാസ്കുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് ടാസ്ക് ട്രാക്കർ, ഇങ്ങനെ പലതരം ട്രാക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ എന്താണ് ഈ ട്രാക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ട്രാക്കേഴ്സ് എന്നുള്ളത് ഇത്ര വലിയൊരു സംഭവമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതേ, ട്രാക്കേഴ്സ് എന്നുള്ളത് നമ്മുടെ ജീവിതം കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട്, നമുക്ക് കുറെ കൂടെ ജീവിതത്തെ മുന്നോട്ട് പുഷ് ചെയ്യാനായിട്ട്, സ്വയം മോട്ടിവേറ്റഡ് ആവാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രാക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് ട്രാക്കേഴ്സ് യൂസ് ചെയ്യണം, എന്താണ് ട്രാക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ് ട്രാക്കേഴ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് തോന്നുന്ന ഒരു ട്രാക്കർ ഉപയോഗിക്കുക തന്നെ വേണം. സോ എന്താണ് ഈ ട്രാക്കേഴ്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്? നമ്മൾ മിക്കവാറും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നതും അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആവുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നതും ഇംപ്രൂവ് ചെയ്യാതിരിക്കുന്നതും ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യാതിരിക്കുന്നതും ഒക്കെ നമുക്ക് വേണ്ടത്ര സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടോ എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ, ഞാൻ മറന്നുപോയിട്ടൊന്നുമല്ല? അതെ, നമ്മൾ പലപ്പോഴും നമ്മുടെ തിരക്കുകൾക്കിടയിൽ വി ലൂസ് ദ സൈറ്റ് ഓഫ് വാട്ട് വി വാണ്ട്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മൾ സെറ്റ് ചെയ്ത ഗോൾസ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം ചെലവാക്കുന്നത് എന്നുള്ളത് നമ്മൾ അത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടുകളയുന്നു. നമ്മൾ എങ്ങനെയൊക്കെയാണ് പണം ചെലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച ഹാബിറ്റ്സ് അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിട്ടുപോകുന്നു. സോ ഇങ്ങനെ വിട്ടുപോവാതെ മറന്നു പോവാതെ ഇരിക്കാനായിട്ട്, കുറെ കൂടെ ആ കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, വിട്ടുപോവാതെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ട്രാക്കേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നമുക്ക് ബ്രെയിനിൽ ഓരോ ദിവസവും ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതിനിടയിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരണമെന്ന് വിചാരിച്ച ഒരു ശീലമോ നേടിയെടുക്കണമെന്ന് വിചാരിച്ച ഒരു ലക്ഷ്യമോ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിക്കൊള്ളണം എന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയി എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ തന്നെ നിലനിർത്താനായിട്ട്, എപ്പോഴും അതിൽ തന്നെ ഫോക്കസ് ഉണ്ടായിരിക്കാനായിട്ട്, മറന്നു പോവാതിരിക്കാനായിട്ട് നമ്മൾ ട്രാക്കേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു 10 ശീലങ്ങൾ, അതിൽ 5 ശീലങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരാനായിട്ടും 5 ശീലങ്ങൾ നിർത്താനായിട്ടും നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഹാബിറ്റ് ട്രാക്കർ ഫില്ല് ചെയ്യും എന്നുള്ള ഒരൊറ്റ ശീലം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അറിയാൻ പറ്റും നിങ്ങൾ ആ കാര്യം ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യമാണ് നമ്മളെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും കൂടിയാണ് ഒരു ട്രാക്കർ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ അല്ലേ? സോ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്ന, നമ്മുടെ പ്രോഗ്രസ് നമുക്ക് തന്നെ വിഷ്വലി കാണാൻ സാധിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രാക്കേഴ്സ് എന്നുള്ളത്. സോ പ്രോഗ്രസ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ
ഈ ട്രാക്കേഴ്സ് കാണുന്നതും തീർച്ചയായിട്ടും മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമുക്കൊരു വിഷ്വൽ പ്രൂഫ് തരികയാണ്, നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ പ്രൂഫ് നമുക്ക് തരുന്നതാണ് ട്രാക്കേഴ്സ്. ഡു നോട്ട് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കിനെ കുറിച്ചും മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇന്ന ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് ആ കാര്യം ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ കലണ്ടറിൽ ഒരു എക്സ് മാർക്ക് ഇടുന്നു. അങ്ങനെ ആ ഒരു ചെയിൻ അത് 2 ദിവസമാകുമ്പോൾ 2 എക്സ് ഉള്ള ഒരു ചെയിനായിട്ട് മാറി അല്ലേ, 3 ദിവസമാകുമ്പോൾ 3 എക്സ് ഉള്ള ഒരു ചെയിനായി മാറി. സോ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ചെയിൻ ബ്രേക്ക് ചെയ്യാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. സോ നമ്മൾ കൂടുതൽ ആ കാര്യം ചെയ്ത് ആ ചെയിൻ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് ട്രാക്കേഴ്സിലും സംഭവിക്കുന്നത്. എസ്പെഷ്യലി ഹാബിറ്റ് ട്രാക്കർ അല്ലെങ്കിൽ മൂഡ് ട്രാക്കറിലൊക്കെ ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കൊരു വിഷ്വൽ പ്രൂഫ് കിട്ടുകയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്. അതേപോലെ തന്നെ അത് നമ്മളെ ആക്ഷൻ എടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു റിമൈൻഡർ ആയിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ രാവിലെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷ്വൽ ക്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ആയിട്ട് കൂടി ട്രാക്കേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ തരാനായിട്ട്. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനേക്കാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അത് ക്രോസ് ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമ്മൾ ഹാബിറ്റ് ട്രാക്കറിൽ നമ്മുടെ ഹാബിറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂഡ് ട്രാക്കറിൽ നമ്മുടെ മൂഡ് മാർക്ക് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത്. സോ ഒരു ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരാനായിട്ട് എൻഡ് റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യാതെ അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാനായിട്ട് ട്രാക്കേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ അതൊരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഓരോ മാസവും ഇപ്പോൾ ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ. നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് നോക്കാം. ഇപ്പോൾ 2020 നിങ്ങൾ ജനുവരി മാസത്തിൽ ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വർഷം വേണമെങ്കിലും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം ഏതൊക്കെ ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ട്രാക്ക് ചെയ്തത്, എത്ര ദിവസം നിങ്ങളത് അതേപോലെ വിചാരിച്ച പോലെ ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാസം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഇത്രയും മുന്നോട്ട് വന്നു, എനിക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത്, ഏത് ദിവസങ്ങളാണ് ഞാൻ ചെയ്യാതിരുന്നത്, കഴിഞ്ഞ മാസത്തെ വെച്ച് നോക്കി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ. ഇങ്ങനെ അതൊരു ഡോക്യുമെന്റ് പോലെ എല്ലാ കാലത്തേക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ഡോക്യുമെന്റ് പോലെയാണ് നമ്മൾ ട്രാക്കിംഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ കോമ്പൗണ്ട് ഇഫക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ടും കൂടി ട്രാക്കേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ പറഞ്ഞ പോലെ നല്ല ഹാബിറ്റ്സ് ആണെങ്കിൽ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് കുറേ കാലം ചെയ്യുമ്പോൾ റിപ്പീറ്റഡ്ലി ഓവർ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. സോ ആ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി തരാനും ട്രാക്കേഴ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സോ ഏത് ടൈപ്പ് ട്രാക്കിംഗ് ആയാലും, ടൈം ആണോ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്, ഹാബിറ്റ് ആണോ ട്രാക്ക് ചെയ്യുന്നത്, എക്സ്പെൻസ് ആണോ ട്രാക്ക് ചെയ്യുന്നത്, ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ട്രാക്ക് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ആണോ ട്രാക്ക് ചെയ്യുന്നത്, മൂഡാണോ ട്രാക്ക് ചെയ്യുന്നത്, ഏത് തന്നെ ട്രാക്ക് ചെയ്താലും അതൊക്കെ നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ, വീണ്ടും വീണ്ടും മുന്നോട്ട് മൂവ് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ, ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ തരാൻ, ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, ഒരു വിഷ്വൽ റിമൈൻഡർ ആയിട്ട് ആക്ട് ചെയ്യാൻ, നിങ്ങളുടെ പ്രോഗ്രസ് കണ്ട് സ്വയം കൂടുതൽ മോട്ടിവേറ്റഡ് ആവാൻ, കൂടുതൽ ആക്ഷൻ എടുക്കാനൊക്കെ ട്രാക്കേഴ്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ സ്വയം മോട്ടിവേറ്റഡ് ആവാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ട്രാക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ട്രൈ ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.